നമ്മളുടെ ലക്ഷ്യം വളരെ വലുതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ പടിയും വളരെ ക്രിയാത്മകമായി അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. തെരഞ്ഞെടുപ്പ് ഇന്ന് ഏറെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ആ സമ്പർക്കവും അതോടൊപ്പം തന്നെ വോട്ടർമാരെ സമീപിക്കുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങലിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലമായി ആറ്റിങ്ങൽ വികസനം കേറ മൂലയായിട്ട് മാറ്റപ്പെട്ടിരുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. ഈ തിരുവനന്തപുരം, കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ പകുതിയിലേറെ വരുന്ന ഒരു പ്രദേശമാണ് ആറ്റിങ്ങലെങ്കിലും ആറ്റിങ്ങലിൽ വികസനം എന്ന് പറയുന്നത് ഇന്നും ഒരു മരീചികയായി നിലനിൽക്കുകയാണ്. മാറി മാറി അധികാരത്തിൽ വന്ന ഇവിടുത്തെ എംപിമാർക്കോ എംഎൽഎമാർക്കോ ഈ നാടിന്റെ ശാശ്വതമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ മലയോരത്തെയും കടലോരത്തെയും കായലോരത്തെയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെയും സമഗ്രമായിട്ട് കാണുന്ന വിശാലവും അതോടൊപ്പം തന്നെ സർവാശ്ലേഷിയുമായ ഒരു വികസന കാഴ്ചപ്പാട് ആവശ്യമാണ്. ആ വികസന കാഴ്ചപ്പാടിലൂടെ ആറ്റിങ്ങലിന്റെ സകലമാന ജനതയുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ ശ്രീ വി മുരളീധരനിലൂടെ നരേന്ദ്രമോദി ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വികസന സന്ദേശം, വികസന പദ്ധതികൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. ആ വികസന പദ്ധതികൾ എത്തിക്കാനുള്ള സുവർണ അവസരമാണ് ആറ്റിങ്ങൽ ജനതയ്ക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൽ യാതൊരുവിധ ചാഞ്ചല്യവുമില്ലാതെ അദ്ദേഹം ഏൽപ്പിച്ച ആ ചുമതല സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ നിർവഹിച്ച വ്യക്തിത്വമാണ്. കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ് ശ്രീ വി മുരളീധരൻ. ശ്രീ വി മുരളീധരനെ ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിയാക്കിയതിന്, മഹാരാഷ്ട്രയിൽ നിന്ന് കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം അദ്ദേഹത്തെ ഈ തിരുവനന്തപുരവും ആറ്റിങ്ങലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നരേന്ദ്രമോദി നിയോഗിച്ചത്. അദ്ദേഹം അങ്ങനെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിയോഗിച്ച വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് വി മുരളീധരൻ നമുക്കിടയിലുണ്ട്. വി മുരളീധരൻ ഇവിടുത്തെ എല്ലാ വികസന വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വേണ്ടവണ്ണം നിർവഹിക്കാൻ ഒരു മാർഗനിർദ്ദേശകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികളിൽ കയ്യൊപ്പ് വയ്ക്കുന്ന വ്യക്തി എന്ന നിലയിൽ വി മുരളീധരൻ ഈ നാട്ടിലുണ്ട്. നമ്മൾ തെരഞ്ഞെടുത്ത എംപിമാർ ഈ നാട്ടിലില്ല. തെരഞ്ഞെടുത്ത എംപിമാർ ഒരു സാധാരണ വിസിറ്റിന് പോലും ആറ്റിങ്ങൽ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഓണത്തിനോ വിഷുവിനോ പോലും ആറ്റിങ്ങലിൽ നിന്ന് തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ എംപി. അതുപോലെ തന്നെ ദുരന്ത കാലഘട്ടങ്ങളിൽ, കോവിഡ് കാലഘട്ടം മുതൽ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള ചില ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉണ്ടായപ്പോൾ നമ്മുടെ എംപിയെ കണ്ടിട്ടില്ല. എംപിയുടെ ഒരു ഓഫീസ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വലിയ കൊട്ടിഘോഷിച്ച് ആറ്റിങ്ങലിൽ എംപിക്ക് ഒരു ഓഫീസ് തുറന്നു. ഇന്ന് ആറ്റിങ്ങലിലൂടെ പോകുന്നവർക്ക് എംപിയുടെ ഓഫീസ് കാണാനില്ല. എംപി ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വിവരം എംപിയുടെ പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസുകാർക്ക് BJP-യേക്കാൾ നന്നായിട്ടറിയാം. അതാണ് എംപിയുടെ അവസ്ഥ. അതേസമയത്ത് ഈ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും നരേന്ദ്രമോദി നിർദ്ദേശിച്ച പ്രകാരം ഈ നാട്ടിൽ വന്ന് ഒരു എംപി ചെയ്യുന്നതിനപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യാൻ വി മുരളീധരന് കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ നാട്ടിലെ ജനതയോട് നമുക്ക് പറയാനുള്ളത്. ഈ നാട്ടിൽ 73 കോടി രൂപയുടെ റെയിൽവേ വികസനം ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ കൊണ്ടുവന്നുകൊണ്ട്, ഈ നാട്ടിൽ ദേശീയപാത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിക്കൊണ്ട്, കേരളത്തിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ, കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം പ്രഖ്യാപിച്ച 2 വന്ദേ ഭാരത് ട്രെയിനുകളും കേരളത്തിൽ എത്തിച്ചുകൊണ്ട്, ശിവഗിരി സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്, വർക്കല റെയിൽവേ സ്റ്റേഷന് 380 കോടി രൂപ അനുവദിപ്പിച്ചുകൊണ്ട്, ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉൾപ്പെടുന്ന നേമം റെയിൽവേ സ്റ്റേഷന് 182 കോടി രൂപ അനുവദിപ്പിച്ചുകൊണ്ട്,
ഈ നാട്ടിൽ മലയോര റെയിൽ വികസനം എന്നുള്ള ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ നമ്മുടെ കുഗ്രാമങ്ങളിൽ എത്തിക്കാൻ, മലയോര റെയിൽവേ എന്ന എത്രയോ ദശാബ്ദങ്ങൾ നീണ്ട സ്വപ്നം ഈ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ, അതുപോലെ തന്നെ മലയോര വിപണന കേന്ദ്രം എന്ന നിലയിൽ ഈ നെടുവങ്ങാടും പാലോടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിന്റെ ഏറ്റവും ഉദാത്തമാർന്ന വികസന സാധ്യതകൾ കൊണ്ടുവന്നെത്തിക്കുവാൻ, ഇതൊക്കെ നമ്മളുടെ സ്വപ്നമാണ്. എത്രയോ ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ അപ്പൂപ്പന്മാരും നമ്മുടെ അച്ഛന്മാരും ഒക്കെ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നമൊന്നും ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഭരിച്ച ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിച്ചിട്ടില്ല. ഇവിടെ ജയിച്ചുപോയ എംപിമാർക്ക് എന്തിന് ഈ നാട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടാത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുക? ഈ സമയത്താണ് നമ്മൾ ഇത്രയും കാലം കണ്ട എല്ലാ സ്വപ്നങ്ങളും, നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്കപ്പുറത്ത് ഈ നാടിന്റെ വികസനം സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ, നോക്കി നിൽക്കെ നാടിന്റെ വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന നരേന്ദ്രമോദിയാണ് 3ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. ആ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത് ആറ്റിങ്ങലിനായിട്ട് ഒരു മന്ത്രിയെ തന്നു കഴിഞ്ഞ 5 വർഷം. ഇനി വരുന്നൊരു 5 വർഷം ആറ്റിങ്ങലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടി കൈ ഉയർത്താൻ ഒരു എംപിയെ വി മുരളീധരൻ എന്ന പേരിൽ നമുക്ക് ഡൽഹിക്ക് അയക്കാം. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി വീണ്ടും ആറ്റിങ്ങലിലേക്ക് തരും. അതിലൂടെ ഈ ആറ്റിങ്ങലിന്റെ സകലമാന വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത്. ഇന്ന് രാവിലെ 8 മണി മുതൽ ചില മീറ്റിങ്ങുകളാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ആറ്റിങ്ങലിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വോട്ട് ചെയ്യാത്തതായി ഒരു സമുദായവും ഇല്ല. ഈ ആറ്റിങ്ങൽ പാർലമെന്റിലുള്ള ഏകദേശം സമുദായങ്ങൾ പരസ്യമായും രഹസ്യമായും ബിജെപിക്ക്, വി മുരളീധരന്, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ആ വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാ സമുദായങ്ങളും, എല്ലാ ഡെവലപ്മെന്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഏജൻസികളും, അതിനുവേണ്ടിയുള്ള സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂളുകൾ, കോളേജുകൾ, അവിടുത്തെ അധ്യാപകർ, അങ്ങനെയുള്ള സകലമാന ആൾക്കാരും ഒരുമിച്ച് കൂടി ഐക്യദാർഢ്യപ്പെടുകയാണ് നരേന്ദ്രമോദിയോടൊപ്പം, വി മുരളീധരനോടൊപ്പം നാടിന്റെ വികസനത്തിനായി ഐക്യദാർഢ്യപ്പെടുകയാണ്. അവരുടെയൊക്കെ തന്നെ സംയുക്തവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള പരിശ്രമങ്ങൾ വി മുരളീധരനെ വിജയിപ്പിക്കാനായിട്ട് ആറ്റിങ്ങലിൽ ആരംഭിച്ചിരിക്കുന്നു. ആ സാഹചര്യങ്ങൾ നമുക്ക് ഈ ആറ്റിങ്ങലിൽ നമ്മുടെ സ്വപ്നം, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, CPM-കാർ BJP വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ ഒരു യോഗത്തിൽ, ആ യോഗത്തിൽ പങ്കെടുത്തത് ഒരു പ്രത്യേക സംഘടന വിളിച്ച യോഗത്തിലാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത 10 പേർ അവർ പറഞ്ഞു, ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, CPM ആണ്, പക്ഷെ ഞാൻ വോട്ട് ചെയ്യുന്നത് താമരയ്ക്കായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറയുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസുകാർ BJP വോട്ട് ചെയ്യും. അവർ ഉയർത്തുന്നത് കൈപ്പത്തിയായിരിക്കാം, പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് താമരയ്ക്കായിരിക്കും. കമ്മ്യൂണിസ്റ്റുകൾ പിടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും CPM-ന് വേണ്ടിയായിരിക്കാം, അരിവാളിന് വേണ്ടിയായിരിക്കാം, പക്ഷെ അവർ താമരയ്ക്ക് വോട്ട് ചെയ്യും. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച്, അവരുടെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭാരതം, പുതിയ ഭാരതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ സൃഷ്ടാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി, ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയോടൊപ്പം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരിക്കാൻ പോന്ന ഏറ്റവും പ്രാപ്തനായ, ഏറ്റവും യോഗ്യനായ, കഴിഞ്ഞ 5 വർഷമായി ലോകം മുഴുവൻ നടന്ന് ലോകത്തെ മുഴുവൻ മലയാളികളുടെ അഭിമാനമായിട്ട് മാറിയ ശ്രീ വി മുരളീധരൻ നമ്മുടെ നാടിൽ നിന്ന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റ് സമൂഹങ്ങളിലാണെന്നും നമുക്കെതിരാണെന്നും വിചാരിക്കുന്ന പലരും വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെയും വിടാതെ എല്ലാ വീടുകളിലേക്കും, എല്ലാ വോട്ടർമാരിലേക്കും
നിരന്തരമായി നിതാന്തമായ ശ്രദ്ധയോടുകൂടി താമരയുമായി വി മുരളീധരന് വോട്ട് ചെയ്യണമെന്ന അപേക്ഷയുമായി അഭ്യർത്ഥനയുമായി ബൂത്ത് അടിസ്ഥാനത്തിൽ വീട് അടിസ്ഥാനത്തിൽ ഓരോ വോട്ടർമാരിൽ നിന്ന് വോട്ടർമാരിലേക്ക് നമ്മളുടെ സഹപ്രവർത്തകർ വരുന്ന 10-20 ദിവസക്കാലം നിരന്തരമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്യാൻ ഇത്തരത്തിലുള്ള യോഗങ്ങൾക്കെല്ലാം ഒപ്പം തന്നെ വലിയ സമ്മേളനങ്ങൾക്കൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ആറ്റിങ്ങലിൽ വി മുരളീധരൻ എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കേന്ദ്രമന്ത്രിക്ക് വോട്ട് ചോദിച്ച് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വരും എന്നതാണ് ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന വാർത്ത. വി മുരളീധരന് വേണ്ടി വോട്ട് ചോദിച്ച് സാക്ഷാൽ നരേന്ദ്രമോദി നമ്മുടെ മണ്ണിൽ കാലുകുത്താൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. വി മുരളീധരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഏറ്റവും സജീവമായി ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി എനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ താഴെ തലത്തിലുള്ള പ്രവർത്തകരിലേക്ക് ആത്മവിശ്വാസം പകരാൻ സാധിക്കൂ. എനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് വിജയത്തിന്റെ ആത്മവിശ്വാസം പകരാൻ സാധിക്കൂ. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി വിശ്രമമില്ലാതെ രാപകൽ ഭേദമന്യേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സകലമാന മനുഷ്യരുടെയും വോട്ട് താമര ചിഹ്നത്തിൽ വി മുരളീധരന് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഓഫീസായി, ഒരു കാര്യാലയമായിട്ട് ഈ മുഹൂർത്തത്തിൽ ഭദ്രദീപം തെളിയിച്ച ഈ ഓഫീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ വരുന്ന 20 ദിവസങ്ങളും നിങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മളും നമ്മുടെ പൂർവികരും കണ്ട സ്വപ്നങ്ങൾ ആറ്റിങ്ങലിന്റെ മണ്ണിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് വി മുരളീധരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ജയിപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.